ബയോ കമ്പോസ്റ്റ് ഞങ്ങൾ സ്വന്തമായിട്ട് വാഴ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ FPOയിലേക്ക് വിതരണത്തിനായിട്ട് ഇത് കൊണ്ടുവന്നത്. തരിച്ചു കിടന്ന 10 ഏക്കർ സ്ഥലം കൃഷി ചെയ്ത് ഏറ്റവും അനുയോജ്യമായ വളമാണെന്ന് തെളിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ വളം മറ്റുള്ളവർക്ക് വേണ്ടി വിതരണത്തിനായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ചേർന്നിരിക്കുന്നത് ചാണകം, ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. ഇത് വാഴ വയ്ക്കുന്നതിന് മുൻപായിട്ട് ഇതിൽ നമ്മൾ വാഴ കുഴിയിൽ നിക്ഷേപിച്ച ശേഷം നമ്മൾ വാഴ വെച്ച് കഴിഞ്ഞാൽ നല്ല കരുത്തോടുകൂടി വളരുകയും നല്ല ഗ്രോത്ത് കിട്ടുകയും ചെയ്യുന്നതാണ്. ടെറസിൽ ചെയ്യുന്ന പച്ചക്കറി കൃഷിക്ക് മറ്റൊരു വളവും വേണ്ട, ഇത് മാത്രം അപ്ലൈ ചെയ്താൽ നല്ല ഗ്രോത്തോടുകൂടി നല്ല വിളവും നമുക്ക് ലഭിക്കുന്നതാണ്. ഞങ്ങൾ പത്മശ്രീ ഗ്രൂപ്പാണ് ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. ആവശ്യാനുസരണം ആർക്കും ഈ സാധനം എത്തിച്ചു തരുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ വിൽക്കുന്നത് 5 കിലോയ്ക്ക് 50 രൂപയാണ്. വെള്ളരി സോപ്പും വെള്ളരി സ്ക്വാഷും വിപണിയിലിറക്കി സന്തുഷ്ടിയോടെ മുന്നേറുന്ന ശ്രീഹരിത FIG. ഇത് ശ്രീ സുരേഷ്, ശ്രീഹരിത FIGയുടെ കൺവീനറാണ്. ഇവർ 25 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഇവരുടെ അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് വെള്ളരി കൃഷിയാണ്. അപ്പോൾ ഈ വെള്ളരിക്കൊരു വിപണിയിലൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ട് KVKയിൽ നിന്നൊരു ട്രെയിനിങ് കൊടുക്കുകയും അതനുസരിച്ച് ഇവർ സോപ്പ്, സ്ക്വാഷ് മുതലായവ ഉണ്ടാക്കി വിതരണം ചെയ്തു വരികയാണ്. ഈ വർഷവും നമ്മൾ വെള്ളരി കൃഷി ചെയ്തായിരുന്നു. ഏകദേശം ഒരു 70 സെന്റിലാണ് ഞാൻ ഇത്തവണ വെള്ളരി ചെയ്തത്. വെള്ളരിയൊക്കെ കൃഷി ചെയ്തു, വെള്ളരി കാര്യമായിട്ട് ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ഇത് എവിടെ കൊണ്ടുപോയി നമുക്കിത് വിൽക്കണം എന്നൊരു കാര്യത്തിൽ പ്രശ്നം വന്നപ്പോഴത്തേക്കും നമ്മൾ കൃഷി ഓഫീസറുമായിട്ട് സംസാരിച്ച് ഈ കാര്യം KVKയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെ നേതൃത്വത്തിൽ ഒരു ട്രെയിനിങ് തരികയും ആ ഒരു ട്രെയിനിങ് നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് അതിൽ നിന്ന് നമ്മൾ സോപ്പ്, സ്ക്വാഷ് ഈ 2 സാധനങ്ങളും അതിൽ നിന്നുണ്ടാക്കി. ഇത് നമ്മൾ ചെയ്തത് പരിപൂർണമായിട്ടും ജൈവ കൃഷിയിലൂടെ മാത്രമാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനകത്തുനിന്ന് ജൈവ വെള്ളരിയുടെ ജ്യൂസും നാടൻ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയും കൂടി കൂട്ടിയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അത് കാരണം യാതൊരു കാരണവശാലും ഇതിന് സ്കിൻ പ്രോബ്ലം ഒന്നും ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും അതിന് നല്ല റിസൾട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 25 പേരുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ സോപ്പ് ചെയ്യുന്നത് 5 പേര് മാത്രമാണ്. 25 പേരിൽ നിന്ന് ആ കർഷകരിൽ നിന്നും കളക്ട് ചെയ്തിട്ട് 5 പേരാണ് ഞങ്ങൾ ഈ സോപ്പ് ഉണ്ടാക്കുന്ന യൂണിറ്റ് തുടങ്ങിയത്. ഇപ്പോൾ തുടങ്ങി അതിൻ്റെ SSI രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയായി. എന്തായാലും സോപ്പിൻ്റെ ഉൽപ്പാദനം നടന്നു വരികയാണ്. അതുകൂടാണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സ്ക്വാഷും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതും തനി വെള്ളരി ജ്യൂസ് മാത്രമാണ് അതിനകത്ത്, പ്രത്യേകിച്ച് കെമിക്കലൊന്നും ചേർക്കാണ്ട് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന സ്ക്വാഷ് അതും നമ്മൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഏതായാലും ഇത് 2 സാധനങ്ങളും നമ്മൾ വിപണിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹരിതശ്രീ FIG കൺവീനറും മരതകം കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രം പ്രസിഡന്റുമായ KV ഗുപ്തൻ. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകൃതമായ കൃഷിഭൂമി. ഗുപ്തന്റെ പയർത്തോട്ടത്തിൽ ജൈവവളമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഗുപ്തന്റെ കൃഷിരീതി മൂലം സസ്യങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയും കരുത്തും ഉൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു എന്നാണ് അനുഭവം. ജൈവവളപ്രയോഗം മണ്ണിനും ചെടിക്കും മാത്രമല്ല നമുക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. FIGയുടെ കൺവീനറാണ് ഞാൻ. എൻ്റെ പേര് ഗുപ്തൻ എന്നാണ്. FIGയിൽ 13 അംഗങ്ങളുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് FIG രൂപീകരിച്ചിരിക്കുന്നത്. ഈ FIGക്ക് വളം ഉണ്ടാക്കുന്നതിന് വേണ്ടി ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരണത്തിന് 10 പേർക്ക് 10,000 രൂപ ആനുകൂല്യം നൽകിയതനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇത് പഠിപ്പിച്ചു തരികയും അത് ഉൽപ്പാദിപ്പിച്ച് മരതകം കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രത്തിൽ കൊണ്ടുവച്ച് വിൽപ്പന നടത്തുന്നതും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ചും ഈ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരണത്തിൻ്റെ ചെയ്ത വളവും ഉപയോഗിച്ചാണ് ഞാനിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നല്ല രീതിയിൽ ആദായം ലഭിക്കുന്നുണ്ട്. കൃഷി വകുപ്പിൽ നിന്നും ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരണത്തിന് ഞങ്ങൾക്ക് 10 പേർക്ക് ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് എൻ്റെ കൃഷിയിടത്തിൽ ട്രൈക്കോഡെർമ ഉപയോഗിക്കുന്നതിനുള്ള രീതി ഞാൻ വിശദീകരിക്കുകയാണ്. 25 കിലോ ചാണകപ്പൊടി, 25 കിലോ ചാണകപ്പൊടിയാണ് ഈ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 2.5 കിലോ വേപ്പൻ പിണ്ണാക്ക് കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം സൂഡോമോണസ് 1/2 കിലോ സൂഡോമോണസ്, 1/2 കിലോ ട്രൈക്കോഡെർമ കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം
വെള്ളം കൊണ്ട് നനയ്ക്കുന്നുണ്ട്. അത് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന അതേ രീതിയിൽ നനച്ചിട്ട് പുട്ടിന് കുഴച്ചിരിക്കുന്നത് പോലെ നല്ല രീതിയിൽ ഇങ്ങനെ വരും. ഇത് കൂട്ടി വെച്ചതിന് ശേഷം ചണച്ചാക്ക് നനച്ച് ഇതിൻ്റെ പുറത്ത് ഇടുന്നു. അതിന് ശേഷം 5 ദിവസം കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് പൂപ്പലുകൾ കാണും. പൂപ്പൽ ഇല്ല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം തളിച്ച് 2 ദിവസം കൂടി ചണച്ചാക്കിട്ട് മൂടി 7ാമത്തെ ദിവസം എടുത്ത് ഉപയോഗിക്കാം. സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡർമ മിശ്രിതം മരതകത്തിൽ കൊണ്ടുപോയി ഞങ്ങൾ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 10 കർഷകരിൽ നിന്നും ശേഖരിച്ചാണ് ഇതുകൊണ്ട് വെക്കുന്നത്. അവർക്ക് നല്ല രീതിയിലുള്ള ആദായം ലഭിക്കുന്നുണ്ട്. 1 കിലോയ്ക്ക് 30 രൂപയാണ് വില. മരതകം ഉൽപ്പന്നങ്ങളാൽ സ്വന്തം കൃഷിഭൂമിയെ സമൃദ്ധിയുടെ വിളനിലമാക്കിയ ഹരിഹരൻ വെണ്ട, ചീര, തക്കാളി, മുളക്, പയർ, കൂടാതെ 3.5 ഏക്കറിൽ വാഴയും. ഇത് M.A. വേണുഗോപാലിന്റെ കൃഷിത്തോട്ടം. ഇവിടെയും മരതകം ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ജീവാമൃതം, എല്ലുപൊടി, സ്യൂഡോമോണാസ്, ഫിഷ് അമിനോ ആസിഡ്, ഗ്രോ ബാഗ് എന്നിവയെല്ലാം ഇവിടെ കൃഷിക്ക് സൽഫലമേകുന്നു. എൻ്റെ പേര് വേണുഗോപാൽ എന്നാണ്. ഞാൻ പണാവള്ളി കൃഷിഭവൻ്റെ കീഴിൽ അവരുടെ സഹായത്തോടു കൂടി കൃഷി സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫസ്റ്റ് ഇയർ കൃഷിയാണ്. ആദ്യത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. എനിക്ക് അതിൽ നല്ല വിളവെടുപ്പ് കിട്ടി. ഒരു 200 കിലോളം പാവയ്ക്ക, 250 കിലോളം പടവലങ്ങയെല്ലാം എനിക്ക് കൊടുക്കാൻ പറ്റി. ഇതിനുള്ള എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്നത് പണാവള്ളി കൃഷിഭവനാണ്. അവരാണ് എന്നെ ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഇതൊരു ഹൈടെക് കൃഷിയാണ്. ഫെർട്ടിഗേഷൻ യൂണിറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വെള്ളവും വളവും കൂടി ചെടികളുടെ റൂട്ടിലെത്തിക്കുന്ന ഒരു മെത്തേഡാണ്. അതിനുവേണ്ട എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാം എനിക്ക് പണാവള്ളി കൃഷിഭവൻ വഴി തന്നു. കൂട്ടത്തിൽ ആത്മയുടെ സഹായങ്ങളുമുണ്ട്. ആവശ്യമുള്ള സബ്സിഡികളെല്ലാം കിട്ടി എനിക്ക്. ഈ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മരതകം FPOയിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അതിൽ ഞാനും കൂടി ഒരു മെമ്പറാണ്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഗ്രോ ബാഗുകൾ, ജീവാമൃതം, സൂഡോമോണാസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആവശ്യാനുസരണം ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടും. ആ ഒരു സഹായത്തിലാണ് എനിക്ക് എൻ്റെ കൃഷി സക്സസ് ആക്കാൻ പറ്റിയത്. മരതകം കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രം ഉയർത്തിപ്പിടിക്കുന്ന ഈ ദീപശിഖ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഇത്തരം പുതുകൂട്ടായ്മകൾക്ക് ജ്വാല പകരട്ടെ. ഈ അക്ഷയദീപം ലോകത്തിന് തന്നെ പ്രകാശമാകട്ടെ. അന്വേഷണങ്ങൾക്ക് കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രം. ഫോൺ 9446392637.